എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ വരുന്നത് കീഴുപാടം ഇടവകയിൽ നിന്നാണ്. എനിക്കൊരു 3 വർഷമായിട്ട് അടുപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാല് മടങ്ങുന്ന പ്രശ്നമുണ്ടായിരുന്നു. കാലിൻ്റെ കുഴ ഇങ്ങനെ മടങ്ങി വീഴാനായിട്ട് പോകും. ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നുകൊണ്ടേയിരിക്കും. ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് എനിക്ക് നടക്കാനൊന്നും പറ്റില്ല. കുറേ നാൾ ഒന്നില്ലെങ്കിൽ റെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട് അങ്ങനെ കിടക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിഗമെൻറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. ഈ ഇടയ്ക്ക് ഇത് വീണ്ടും വന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ ഇങ്ങനെ തന്നെ ഈ ബെൽറ്റ് ഇത് ഉപയോഗിച്ചിട്ട് വേണം എന്ത് ചെയ്യുമ്പോഴും, ഇപ്പം നടക്കുമ്പോഴായാലും കുറേ നേരമൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. കുറേ നേരം നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് വേദന വരിക, പിന്നെ നടക്കാനൊന്നും പറ്റില്ല, ഓടാനോ ഒന്നും പറ്റില്ല. കുറേ നേരം ഇങ്ങനെ സ്റ്റേബിളായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഈ ബെൽറ്റ് ഇല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ ബെൽറ്റ് ഇല്ലാണ്ട് നടക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഇന്നലെ ഈ കൺവെൻഷന് വരാൻ പറ്റി. അത് കഴിഞ്ഞ് ഈ പ്രാർത്ഥനയും ആരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റി. ബ്രദർ എന്നെ ഈ സ്ലോപ്പിലേക്ക് വിളിച്ചിട്ട് എന്നോട് കാലി ചവിട്ടിയിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മേനെ കൊണ്ട് എൻ്റെ കാല് വലിച്ചൊക്കെ നോക്കി, പിന്നെ തിരിച്ചൊക്കെ നോക്കി. എനിക്ക് കാല് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് തട്ടിയാൽ വരെ ഭയങ്കര വേദന എടുക്കുമായിരുന്നു. പക്ഷെ ഇന്നലെ വലിച്ചപ്പോഴൊന്നും ഒരു വേദന ഉണ്ടായില്ല. ഇന്നലെ എന്നിട്ട് എന്നെ ഈ സ്ലോപ്പിൽ കൂടി തന്നെ അവിടെ വരെ 2 റൗണ്ട് ഓടിപ്പിച്ചു. ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഓടാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇന്നലെ ശരിക്കും എനിക്ക് എന്താ പറ്റിയ ഒന്നും പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കണ പോലെയായിരുന്നു. കാലൊരു മരയിപ്പൊക്കെ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഓടി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഓടാൻ പറ്റുമെന്നൊന്നും. അപ്പം ദൈവം എന്നെ സുഖപ്പെടുത്തി. എനിക്ക് നല്ല മിടുക്കിയായിട്ട് നന്നായിട്ട് കൊച്ചു സാക്ഷ്യം പറഞ്ഞു. യേശുവിന് മഹത്വം. യേശു എത്രയോ കാരുണ്യവനായി കുഞ്ഞിനോട് കാണിച്ച ഈ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം.